വർഗീയ സംഘടനകളെ താലോലിക്കുന്ന നിലപാട് തുടർന്ന് സംസ്ഥാന സർക്കാർ ഭീകരവാദ സംഘടനകളെ ന്യായീകരിക്കുകയും മതരാഷ്ട്രവാദം പഠിപ്പിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സിലബസ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പുറത്തിറക്കിയ പാഠപുസ്തകങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന വാർത്ത തെളിവ് സഹിതം ജനം TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന, ഭീകരവാദികളെ നവോത്ഥാന നായകരാക്കുന്ന പാഠപുസ്തകങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതെന്ന വാർത്ത തെളിവ് സഹിതമാണ് ജനം TV പുറത്തുവിട്ടത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പാഠപുസ്തകങ്ങൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മജ്ലിസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ മോറൽ സയൻസ് വിഭാഗത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. ഭീകരവാദ നേതാക്കളും ബ്രദർഹുഡ് എന്ന ഭീകര സംഘടനയുടെ സ്ഥാപകരായ ഹസനുൻ ബന്ന, സയ്യിദ് ഖുത്തൂബു, മൗദൂദി തുടങ്ങിയവരെ നവോത്ഥാന നായകരായി ചിത്രീകരിക്കുന്നുണ്ട് പുസ്തകത്തിൽ. വിഷയം സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കണ്ടില്ലെന്നടിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാത്തത് മതമൗലികവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം. ജനം, കോഴിക്കോട്.